ഹലോ, എൻ്റെ ഡ്രോൺ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ഒരു ക്രാഷ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രോൺ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഡ്രോണിൻ്റെ ഇഷ്യൂ എന്താണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. വീണതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു നല്ലൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. ഈ ലെഗ് തീരെ ബലമില്ല, അപ്പോൾ എന്നാലും പറത്താൻ പറ്റും കേട്ടോ. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ദർ ഈസ് സം അതർ ഇഷ്യൂസ്. ഐ വിൽ ഷോ യു നൗ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ലെഗ് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ മോട്ടർ വർക്കിംഗ് ആണ്, എന്നിരുന്നാലും ഞാനൊരു സ്പെയർ മോട്ടർ വാങ്ങിയിട്ടുണ്ട്. ഈ മോട്ടർ ഏത് ലെഗിന് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് കോൺഫിഗർ ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വാങ്ങിയിട്ടുള്ളത്. എനിവേ, ഇത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ഇത് മാത്രം നമ്മൾ മാറ്റാൻ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ അടുത്തതായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ്വെയറിൽ കാണുന്ന ഇഷ്യൂ ആണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഇത് വാങ്ങിയിട്ട് ഏകദേശം 6-7 മാസത്തോളമായി. UAE നിന്ന് വാങ്ങിയതായിരുന്നു. നാട്ടിൽ കൊണ്ടുപോയി അട്ടപ്പാടിയിൽ പറത്തുന്ന സമയത്താണ് ക്രാഷ് ലാൻഡ് 2 പ്രാവശ്യം ക്രാഷ് ലാൻഡായി. അങ്ങനെയാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചത്. ക്രാഷ് ലാൻഡ് ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുണ്ടായിരുന്ന ഒരു പ്രൊപ്പല്ലർ ക്രാക്ക് ആയിട്ടുണ്ടായിരുന്നു, ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡാമേജ് ആയിട്ടുള്ള പ്രൊപ്പല്ലർ വെച്ച് കണ്ട് പറത്തിയത് കൊണ്ട് ആ ഒരു മോട്ടോറിന് മാത്രം കൂടുതൽ സ്പീഡിൽ കറങ്ങേണ്ടി വന്നു. കാരണം അതിൻ്റെ വെയിറ്റ് താങ്ങുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സ്പീഡിൽ കറങ്ങേണ്ടി വന്നു. ആ സമയത്ത് അതിൻ്റെ പവർ IC 2 പ്രാവശ്യം ട്രിപ്പായി. മീൻസ് ഒരു പ്രാവശ്യം ക്രാഷ് ലാൻഡായി. അത് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതെ അങ്ങനെ രക്ഷപ്പെട്ടു. പക്ഷേ രണ്ടാമത് വീണ്ടും കുറച്ച് ഹൈറ്റിൽ പറത്തുന്ന സമയത്ത് വീണ്ടും അതുപോലെ സംഭവിച്ചു. അങ്ങനെ 2 പ്രാവശ്യം പവർ ട്രിപ്പ് വന്നോട് കൂടിയിട്ടാണ് അത് വിഷയം ഉണ്ടായത്. ഇതാണ് ഇപ്പോൾ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് IC വരുത്തിച്ചതാണ് AliExpress നിന്ന്. സോ അപ്പോൾ ഇതിലുള്ള ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ESC എറർ. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ പവർ സിസ്റ്റം ഹാർഡ്വെയർ എറർ, റീസ്റ്റാർട്ട് എയർക്രാഫ്റ്റ്, ESC എറർ, കോൺടാക്ട് DJI സപ്പോർട്ട് ഫോർ അസിസ്റ്റൻസ്, ESC കണക്ഷൻ എറർ, റിപ്പയർ റിക്വേർഡ്, കോൺടാക്ട് എന്ന് പറയുന്നുണ്ട്. ESC കണക്ഷൻ എറർ മീൻസ് അതിൻ്റെ വയർ ലൂസ് കണക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ലൂസ് കണക്ഷൻ ആണെന്ന് വെച്ചെങ്കിൽ ഇതാണ് അതിൻ്റെ കണക്ടർ. ഈ കണക്ടർ ഡാമേജ് ആയല്ലോ, അതിൽ ലൂസ് കണക്ഷൻ ആയതായിരിക്കാം. അപ്പോൾ മിക്കവാറും അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടില്ല, ഈ ഒരു PCB ബോർഡ് റീപ്ലേസ് ചെയ്യേണ്ടി വരില്ല. ലെറ്റ്സ് സി. പിന്നെ പോസിബിൾ ഗിംബൽ ആറ്റിറ്റ്യൂഡ് എറർ, അത് നമുക്ക് ഗിംബൽ കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുന്നതാണ്. പിന്നെ എയർക്രാഫ്റ്റ് നോ ലൈറ്റ്, നമ്മുടെ ഇപ്പോൾ ഇവിടുന്ന് റൂമിൽ നിന്ന് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഈ ലൈറ്റ് പ്രോപ്പറായിട്ട് കിട്ടാത്തതുകൊണ്ട് വരുന്ന വാർണിംഗ് സിഗ്നലാണ്. പിന്നെ GPS റൂമിൻ്റെ ഉള്ളിലാണ്, അതുകൊണ്ട് GPS ഇല്ല. എനിവേ, അറ്റ് ദ എൻഡ് ഇതിൽ അണബിൾ ടു ടേക്ക് ഓഫ്. This is very important. So we are not able to take off the aircraft. Even if we try to hover, nothing will work. Okay. So അപ്പോൾ ഇതാണ് ഇതിലുള്ള ഇഷ്യൂ. സോ നമ്മളിത് സോൾവ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ IC മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ടാർഗറ്റ് എങ്കിലും അപ്പോൾ അതിൽ ഒരു വാണിങ് കണക്ഷൻ എറർ എന്ന് കണ്ടതുകൊണ്ട് മേബി റിബൺ ഡാമേജ് ആയിരിക്കാം. സോ വി വിൽ റീപ്ലേസ് ദ റിബൺ ഫസ്റ്റ്. റിബൺ ഇൻസ്പെക്റ്റ് ചെയ്തതിന് ശേഷം അതിലെന്തെങ്കിലും ഫോൾട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളതൊന്ന് റീഅസംബിൾ ചെയ്യും. അതിന് ശേഷം നമുക്കൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. എനിവേ, സെയിം ടൈം നമുക്ക് ഇതും റീപ്ലേസ് ചെയ്യണം. ദിസ് ഈസ് അവർ പ്ലാൻ ഫോർ ടുഡേ.